ഫുക്രിയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ സ്വപ്നമായിരുന്നു. പറയുന്നത് ഫ്രാൻസിൻ്റെ ഇതിഹാസ ഫുട്ബോൾ താരം സിനദീൻ സിദാൻ. ഫ്രാൻസിൻ്റെ കോച്ചായി സ്ഥാനമേറ്റെടുത്തതിന് ശേഷം സംസാരിക്കുകയായിരുന്നു സിദാൻ. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ് പറഞ്ഞത്, ഇതെൻ്റെ സ്വപ്നമായിരുന്നു. ഫ്രാൻസ് ഫുട്ബോൾ ടീമിൻ്റെ ദേശീയ ടീമിൻ്റെ കോച്ചാവുക എന്നതായിരുന്നു എൻ്റെ സ്വപ്നം. ഇതിനായി കഴിഞ്ഞ 5 വർഷമായി ഞാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. ഈ 5 വർഷവും ഞാൻ ഒരു ക്ലബിൽ നിന്നും ഒട്ടേറെ 4-5 ഓഫറുകൾ എനിക്ക് വന്നിരുന്നു. പക്ഷെ ഒരു ഓഫറും ഞാൻ സ്വീകരിക്കാതിരുന്നത്, കഴിഞ്ഞ 5 വർഷമായി നിശബ്ദനായിരുന്നത് ഇതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. ഫ്രാൻസ് ടീമിൻ്റെ കോച്ചാകുന്നതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതുകൊണ്ടാണ് തനിക്ക് ഒട്ടേറെ ഓഫറുകൾ വന്നു. പക്ഷെ താൻ അതൊന്നും സ്വീകരിച്ചില്ല. കാരണം ഇതെൻ്റെ സ്വപ്നമായിരുന്നു. കുട്ടിക്കാലം മുതലുള്ള എൻ്റെ സ്വപ്നമാണ് ഈ രാജ്യത്തെ പരിശീലിപ്പിക്കുക, ഈ രാജ്യത്തിൻ്റെ ദേശീയ ടീമിനെ പരിശീലിപ്പിക്കുക. ഇത് അതിഗംഭീരമായ ഒരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സിദാൻ പറഞ്ഞത്. നേരത്തെ 14 വർഷം ദിദിയർ ദശാംസ് കോച്ചായ ഫ്രാൻസ് ലോകകപ്പും യൂറോ കപ്പും നേടിയിരുന്നു. ആ ദിദിയർ ദശാംസ് തന്നെ ലോകകപ്പിന് മുമ്പ് തന്നെ തന്നോട് ഈ സ്ഥാനം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് സിദാൻ പറയുന്നുണ്ട്. എന്നാൽ താനത് നിരസിക്കുകയായിരുന്നു. കാരണം ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെല്ലാം ഫ്രാൻസ് ടീമിനെ ഒരുക്കിയത് ദിദിയർ ദശാംസ് ആണ്. അപ്പോൾ ലോകകപ്പിൽ പോകുന്നതും അദ്ദേഹത്തിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കണം. അതൊരു ആദരവാണ്, ദശാംസിനോടുള്ള ആദരവാണ്. ഈ ഫ്രാൻസ് ടീം ലോകകപ്പ് നേടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതിനുള്ള ശക്തി ഫ്രാൻസ് ടീമിനുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പക്ഷെ അതിനുള്ള ശക്തി ആ ടീമിനുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു യശസ്, അതായത് വീണ്ടും ലോകകപ്പ് നേടുമ്പോൾ ആ യശസ് ദശാംസിന് തന്നെ കിട്ടണം. ദശാംസ് കോച്ചായിട്ടുള്ള ടീമിന് തന്നെ അത് കിട്ടണം. അല്ലാതെ ആ അവസാന നിമിഷത്തിൽ ഞാൻ വന്ന് ലോകകപ്പ് ടീമിനെ പരിശീലിപ്പിച്ച് ലോകകപ്പിലേക്ക് പോകുമ്പോൾ അഥവാ ലോകകപ്പ് നേടിയാൽ ആ അംഗീകാരം ഞാൻ തട്ടിയെടുക്കാൻ പാടില്ല ദശാംസിൽ നിന്ന്. അതൊരു അംഗീകാരം തട്ടിയെടുക്കൽ പോലെ ആയിരിക്കും. അതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നോക്കൂ, എന്തൊരു മഹാനായ വ്യക്തിയാണ് സിദാൻ എന്ന്. ദശാംസിനോടുള്ള പൂർണ്ണ ബഹുമാനം. എങ്ങനെയാണ് മാനുഷികമായ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ പെരുമാറുന്നത് എന്ന് സിദാൻ പറയുന്നു. ദശാംസിന് കിട്ടേണ്ട യശസ് ഞാൻ തട്ടിയെടുക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് സിദാൻ പറഞ്ഞത്. എന്തായാലും സിദാൻ്റെ കീഴിൽ ഇനി 2030 വരെ ഇപ്പോഴത്തെ കരാർ നിലനിൽക്കുന്നു. ഫ്രാൻസ് കോച്ചായിട്ട് റയൽ മാഡ്രിഡിനെ 3 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളടക്കം 11 ട്രോഫികൾ നേടിക്കൊടുത്ത കോച്ചാണ്. വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സിദാൻ അത്യുജ്വലനായ ഒരു കോച്ചാണ്. ദശാംസ് അതിഗംഭീര കോച്ചായിരുന്നു. അതിന് കൃത്യമായ തുടർച്ചയായി തന്നെ സിദാനും വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.